ഇവിടെ നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഇനി സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് ആരൊക്കെയോ എവിടേക്കോ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ശബരിനാഥാണ് അതിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഇനി സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് പ്രസംഗിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, ഇനിയിപ്പോ ശബരിനാഥിന്റെ കൊക്കിന് ജീവനുണ്ടോന്നും നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും BJP കൗൺസിലറായ ആർ സുഗതൻ കാപ്പ കേസ് ചുമത്തി അകത്തായിരുന്നു. എന്നാൽ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് നെടുമങ്ങാട് കോടതി. ജൂലൈ 13 മുതൽ ജൂലൈ 14 രാത്രി വരെ സുഗതന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ്. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട സാഹചര്യത്തിൽ ബാക്കിയുള്ള എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. പക്ഷെ സുഗതന് മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം കാപ്പ കേസിൽ അകത്തായിരുന്നു, റിമാൻഡിലായിരുന്നു. കാപ്പ കേസ് ശരിവെച്ച് റിമാൻഡിലാക്കുന്നു, അല്ലെങ്കിൽ 6 മാസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെയുള്ള ഒരു വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇടക്കാല ജാമ്യത്തിന് BJPക്കാർ തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആ ഒരു വാദം ശരിവച്ചിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആർ സുഗതന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ അന്ന് വീരവാദം മുഴക്കിയ നമ്മളുടെ ശബരിനാഥന്റെയൊക്കെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. ഇനി കൊക്കിന് ജീവനുണ്ടോ, ഇനി കൊക്ക് ജീവനോടെ ചത്തോ, ഇനി ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയോ എന്നെല്ലാം കണ്ടു തന്നെ അറിയേണ്ട അവസ്ഥയാണ്. ശബരിനാഥ് ഇപ്പോൾ ഭയങ്കര കോമാളി ആയിരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ അവിടെ തന്നെ നടന്ന കൗൺസിലറിന്റെ യോഗത്തിൽ തന്നെ നടന്നത് എന്തൊരു വിരോധാഭാസമാണ്. കാരണം ഹാജർ ഇടുന്ന ബുക്ക് തന്നെ വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാക്കി. മാക്സിമം BJPക്കാരാണ് പ്രകോപനം, അതായത് BJP കൗൺസിലേഴ്സ്മാരാണ് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് വരുത്തി തീർക്കാനായിട്ട് പെടാപ്പാട് പെട്ട് മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ക്യാമറ ദൃശ്യങ്ങൾ ശബരിനാഥിനെ ചതിച്ചു കളഞ്ഞത്. കാരണം ശബരിനാഥാണ് ആ ഒരു പുസ്തകം എടുത്ത് ആർക്കും ഹാജർ രേഖപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ കൈവശം വെച്ചിരിക്കുന്നത്. അതുമല്ല, അവിടുത്തെ കൗൺസിലറായ വൈഷ്ണവ എന്ന് പറഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കൗൺസിലർ തങ്ങളുടെ മുഖത്തേക്ക് യാതൊരു പ്രകോപനവും ഇല്ലാതെ വെള്ളമെടുത്ത് ഒഴിച്ചു എന്നൊക്കെയാണ് BJP കൗൺസിലർ ഒഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. ആരുടെ മുഖത്താണ് വെള്ളമെടുത്ത് ഒഴിച്ചതെന്നല്ല വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെ കൗൺസിലേഴ്സിന്റെ ഡ്യൂട്ടി ചെയ്യാൻ വന്ന അവരുടെ ഹാജരായിട്ട് രേഖപ്പെടുത്താനായിട്ട് സമ്മതിക്കാതെ മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ശ്രമം നടത്തിയിരിക്കുകയായിരുന്നു അന്ന് ശബരിനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലേഴ്സ്. ഇതിലെല്ലാം ചുക്കാൻ പിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ CPM മൗനം എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. കാരണം 45 വർഷമായിട്ട് കോർപ്പറേഷൻ ഭരിച്ചിരുന്ന CPMകാരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ നിമിഷമായിരുന്നു 2025 സംഭവിച്ചത്. ഈ 45 വർഷത്തെ ഈ ആധിപത്യം അവസാനിച്ചതിന്റെ ഒരു വിഷമം അല്ല, നല്ലപോലെ ഉണ്ട് നമ്മുടെ CPMകാർക്ക്. അതിനൊപ്പം തന്നെ എങ്ങനെയെങ്കിലും ഈ കോർപ്പറേഷൻ ഭരണം BJPയുടെ പക്കൽ നിന്നും തട്ടി മാറ്റണം എന്ന് വരുത്തി തീർക്കാനായിട്ട് അല്ലെങ്കിൽ തട്ടി മാറ്റാനായിട്ട് അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശബരിനാഥും CPMകാരും. ശബരിനാഥ് തന്നെയാണ് ആ ഒരു സമയത്ത് അവിശ്വാസ പ്രമേയം പാസാക്കി. അതായത് രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് CPMഉം കോൺഗ്രസും ഒരുമിച്ച് കൈകോർത്ത് നമുക്ക് BJPക്കാരെ അല്ലെങ്കിൽ BJP കൗൺസിലേഴ്സിനെ നമുക്ക് താഴെ ഇറക്കാമെന്ന രീതിയിൽ വരെ ശബരിനാഥ് പ്രസംഗിച്ചതായിരുന്നു. കാരണം ശബരിനാഥ് പറഞ്ഞത് CPMകാർ ഇതിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ CPMകാർ വെറും സമരം ചെയ്യാൻ വേണ്ടി മാത്രം കൊടിയും കൊണ്ട് നടക്കുന്ന ആളുകളാണ്, നമുക്ക് വരുത്തി തീർത്താൽ മതി, അല്ലെങ്കിൽ ഡീലിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞതാണ്. ശരിക്കും ആരുമായിട്ടാണ് അവിടെ ഡീല് നടന്നതെന്നൊക്കെ നമുക്ക് ഇതിനു മുമ്പേ കണ്ടറിഞ്ഞ കാര്യം തന്നെയാണ്. എന്താണെങ്കിൽ ശബരിനാഥിന്റെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. ഇതേപോലെ നാണം കെട്ട് നാറാനും ഒരു യോഗം വേണം. അതായത് പൊതുമാധ്യമങ്ങളുടെ മുന്നിലും ക്യാമറ കണ്ണുകൾ ചതിച്ച ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ശബരിനാഥൻ ഉണ്ടായത്. എന്നാൽ ശബരിനാഥന്റെ പിതാവാണെങ്കിലോ കാർത്തികേയനാണ്. കറ കളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ പേര് പോലും അപമാനിക്കുന്ന രീതിയിലാണ് ശബരിനാഥ് വന്നത്. കാരണം ശബരിനാഥന്റെ പാർട്ടി പശ്ചാത്തലം എന്ന് പറയുന്നത് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വിയോഗത്തില് വന്ന ഒരു മനുഷ്യനാണ് ശബരിനാഥ്. അല്ലാതെ തുടക്കത്തിലെ ശബരിനാഥിന് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡും അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായമൊന്നും ശബരിനാഥ് നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 45 വർഷമായിട്ട് CPMലെ എന്തൊക്കെ അഴിമതി അവിടെ നടന്നിട്ടുണ്ടോ ആ സമയത്തൊന്നും ശബരിനാഥ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയുകയുണ്ടായിരുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ഭരണത്തിന് ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത തോന്നിയിരിക്കുന്നത് ശബരിനാഥിനാണെന്നുള്ള കണ്ടു തന്നെ നമുക്കറിയാം. എന്ത് തന്നെയാണെങ്കിലും ഇനി കൊക്കിന് ജീവനുണ്ടോ, അത് കൊക്ക് ജീവനോട് ചാകുമോ, അല്ലെങ്കിൽ ഇനിയിപ്പം എന്താണ് നടക്കാൻ പോകുന്നത് കണ്ടു
തന്നെ അറിയണം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ 2023 ജൂലൈ 17 ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയിൽ വീട്ടിൽ കയറി ആക്രമിച്ചു. 2025 മാർച്ച് 14 ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമ കുറ്റം. 2025 ജൂലൈ 25 സെക്യൂരിറ്റി ജീവനക്കാരന് പണം നൽകാത്തതിന്റെ ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്. 2026 ഫെബ്രുവരി 2 അന്ന് MLA ആയിരുന്ന VK പ്രശാന്തിന്റെ പരാതിയിൽ ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തിയെന്ന കേസിലും പ്രതിയാണ് സുഗതൻ. സുഗതനില്ലാത്ത കേസുകൾ ഇപ്പൊ ഇല്ല. പക്ഷെ ഈ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് 2023 പറയുന്ന സമയത്ത് അന്ന് ഭരിച്ചിരുന്ന CPM കാരാണ്. എന്തുകൊണ്ടാണ് അന്ന് ഇത്രയും വലിയൊരു കേസ് ഇവർ ആക്കാതിരുന്നത്? ഈ ഗുണ്ടാപ്പട്ടം അന്ന് സുഗതനെ ചാർത്താതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മനഃപൂർവ്വം ഈ ഗുണ്ടാപ്പട്ടം ചാർത്തി കാപ്പ കേസ് ചുമത്തി BJP കൗൺസിലേഴ്സിന്റെ ഭരണം അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാപ്പ കേസിൽ ശരിവെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ VD സതീശനും കോൺഗ്രസ് അല്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ BJP കൗൺസിലേഴ്സിനൊക്കെ ഒരു സമാധാനമാകും വിധം സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് സുഗതന് ഒരു അവസരം ലഭിച്ചത്. കാരണം 20 പേരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ സുഗതൻ ഉണ്ടായത്. കാരണം ആ സത്യപ്രതിജ്ഞ അസാധുവാക്കാനുള്ള കാരണം നമ്മുടെ ഭരണഘടനാ പ്രകാരം ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോടെ എടുക്കേണ്ടത്. പക്ഷെ അന്ന് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭന്റെ പേരിലും മഹാദേവന്റെ പേരിലും അതേപോലെ സകല ദൈവങ്ങളെയും ഭാരതാമ്മയുടെ ഒക്കെ പേരിലാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത്. നമ്മുടെ ഭരണഘടനാ നിയമപ്രകാരം അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല, അത് അസാധുവാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ CPM-ലെ നേതാവ് തന്നെയാണ് ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് 20 പേര് സത്യപ്രതിജ്ഞ റദ്ദാക്കിയതും. രണ്ടാമത് ബാക്കിയുള്ളവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് സുഗതന് ചെയ്യാൻ പറ്റിയില്ല. കാരണം സുഗതൻ അന്ന് ജയിലിലായിരുന്നു. ആ ഒരു ജയിലിലെ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് ഇടക്കാല ജാമ്യം ഇപ്പോൾ അനുവദിച്ചത്. പക്ഷെ അത് ഒരു ദിവസമേ ഉള്ളൂ. ഒരു ദിവസം കൃത്യമായിട്ട് പറയാൻ പോലും പറ്റില്ല. ജൂലൈ 13 വൈകിട്ട് 5 മുതലെങ്ങാണ്ടോ ജൂലൈ 14 രാത്രി വരെയാണ് ജാമ്യം ഉള്ളൂ. അപ്പൊ ആ ഒരു കാലയളവിൽ ആ ഒരു ചുരുങ്ങിയ സമയം കൂടി സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് ഒരു നിബന്ധനയും കൂടി വച്ചിട്ടുണ്ട്. എന്ന് തന്നെയാണെങ്കിൽ ശബരിനാഥിന്റെ വെല്ലുവിളിയൊക്കെ ആകാം. പക്ഷേ അത് അച്ഛന്റെ കെയർ ഓഫിൽ വന്നിട്ടാകരുത് എന്ന് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്.